ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ എണീറ്റപാട് തന്നെ നമ്മൾ കിച്ചണിലൊക്കെ കയറിയിട്ടുണ്ട്. ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്നത് ശരിയാവുന്നതാണ്, പക്ഷേ ഇന്ന് എന്തോ പണിയിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാവ് കുഴച്ചെടുക്കാൻ തന്നെ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ ചെയ്തപ്പോൾ ശരിയായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെ മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ തട്ടൊക്കെ വെച്ച് ഇടിയപ്പമൊക്കെ ഒന്ന് പീച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടിയപ്പം ഇക്കാക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. എനിക്ക് വേണ്ടി ഇന്നലത്തെ പൊറോട്ട അപ്പം മിച്ചം ഉണ്ടായിരുന്നു, അപ്പോൾ അതാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഇക്കാക്കുള്ള ഇടിയപ്പമൊക്കെ ഒന്ന് പീച്ച് മാറ്റുന്നുണ്ട്. ഇവിടെ ഇക്കാക്ക് ഇടിയപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇന്ന് പതിവിലും ഒരുപാട് നേരത്തെയാണ് കേട്ടോ ഞാൻ എണീറ്റതും. വാവ ഈ സമയം നല്ല ഉറക്കമായിരുന്നു. ഇക്കാനാണെങ്കിൽ കുളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഇടിയപ്പമൊക്കെ പീച്ച്, അപ്പോൾ ഒരു തട്ട് മാത്രമേ വീശുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം ഇതാ മുട്ടക്കറി വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ മുട്ട സെപ്പറേറ്റ് പുഴുങ്ങുന്നൊന്നുമില്ല, ഉടച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ഒരു വലിയ സവോള കട്ട് ചെയ്തതും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് വേണ്ടി ഒരു പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എനിക്ക് വയ്ക്കാനും കറിയൊക്കെ കുറച്ച് കൂടുതൽ വേണം കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സവോളയൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ സവോളയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എനിക്കിവിടെ കൂടുതലും ഇഷ്ടം നമ്മൾ സാധാരണ മുട്ട റോസ്റ്റാണ് കേട്ടോ. പക്ഷെ സമയമില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇതുപോലെ മുട്ട ഒഴിച്ചായിരിക്കും കേട്ടോ കറി വെക്കാറ്. ഇക്കാക്കിത് അത്യാവശ്യം ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതും കൂടി ആവശ്യത്തിനൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മൾ സവോളയൊക്കെ ഒരു പകുതി മൂത്ത് വന്നപ്പോൾ തന്നെ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. സാധാരണ ഞാൻ ഇതിലും കൂടുതൽ സവോള മൂപ്പിക്കാറുണ്ട്, പക്ഷേ ഇത്തവണ സമയം പോയത് കൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും പിന്നെ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മാത്രം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നല്ലപോലെ വഴറ്റിപ്പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പൊടിയെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കണം. അപ്പോൾ ഞാൻ ഒരു പകുതി തക്കാളി മാത്രം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കാരണം മുട്ട നമുക്ക് ഇതിൽ ഇട്ട് വേണം വേവിച്ചെടുക്കാൻ. അങ്ങനെ ഇതാ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ജസ്റ്റ് ഒന്ന് തിളച്ച് വരണം കേട്ടോ. അങ്ങനെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മുട്ടയും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മൾ കറിയൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതാ നമ്മൾ മുട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇക്കാക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഈ കറി. വാവയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് മുട്ട പുഴുങ്ങാനും വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഇടിയപ്പമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഈ കറിക്ക് മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഈ കറിക്ക് മുട്ട വേവിക്കാൻ വേണ്ടി അടച്ച് വെച്ചാലും മതി, പക്ഷേ എനിക്ക് കൂടുതലും ഇഷ്ടം ഇതുപോലെ മറിച്ചിടുന്നതാണ് കേട്ടോ. എനിക്ക് മുട്ട നല്ലപോലെ വെന്ത് കിട്ടണം, അല്ലെങ്കിൽ എന്തോ പോലെയാണ്. അങ്ങനെ ഇതാ അതൊക്കെ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം ഇതാ ചായ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മിക്കവാറും വെക്കുന്നത് കടുംചായയാണ് കേട്ടോ. ഇന്ന് പാൽച്ചായ ആക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഇക്ക റെഡി ആയിട്ടുണ്ടായിരുന്നു ജോലിക്ക് പോകാൻ വേണ്ടി. അങ്ങനെ ഇക്കാക്കുള്ള ഇടിയപ്പവും അതുപോലെ തന്നെ മുട്ടക്കറിയും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 7:45 ആയിട്ടേ ഉള്ളൂ. വാവ എണീക്കാൻ ഒരു 11 മണിയൊക്കെ ആവും കേട്ടോ. അങ്ങനെ ഇതാ ചായയും കൂടിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോഴായിട്ട് സാധാരണ ഞാൻ പാൽച്ചായ വെക്കുമ്പോൾ കുറച്ച് ബൂസ്റ്റും കൂടി ചേർക്കും കേട്ടോ. ബൂസ്റ്റും കൂടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി കടുപ്പമുള്ള പോലെയും തോന്നും, നല്ല ടേസ്റ്റുമാണ്. പക്ഷേ ഇത്തവണ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉടനെ തന്നെ എനിക്കുള്ള പൊറോട്ടയും കൂടിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചില സമയം ഇടിയപ്പച്ചമ്പി വെച്ച് ചൂടാക്കലാണ് കേട്ടോ, പക്ഷേ ഇത്തവണ ഞാൻ പാനി വെച്ചാണ്. ഇടിയപ്പച്ചമ്പി വെച്ച് ചൂടാക്കുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇത് കുറച്ച് ഹാർഡായി പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ കൊണ്ടുവന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഈ പൊറോട്ടയും മുട്ടക്കറിയും കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കൊക്കെ ഞാനും ഉണ്ടാക്കാറൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇത്തവണ കുറച്ച് സ്പീഡി പൊറോട്ട ഒക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇക്ക അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ എനിക്ക് ഭയങ്കര മടുപ്പാണ്. അങ്ങനെ ഇതാ നമ്മൾ പൊറോട്ട ഒക്കെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുട്ടക്കറിയൊക്കെ ഒഴിച്ചതിന് ശേഷം കഴിക്കാൻ വേണ്ടി റൂമിലോട്ട് പോവാണ്.
ഇന്ന് രാവിലെ തന്നെ നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വേർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാസം കൊണ്ട് ചൂടൊക്കെ കുറയുന്ന കേട്ടോ ന്യൂസിലൊക്കെ പറയുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നല്ല ചൂട് പൊറോട്ടയും മുട്ടക്കറിയായിരുന്നു. ഉണ്ടാക്കി ഉടനെ തന്നെ കഴിച്ചിട്ടും കുറച്ച് ഹാർഡായിരുന്നു കേട്ടോ. പക്ഷെ മുട്ടക്കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇക്കായും അപ്പുറത്ത് നിന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ മുട്ടക്കറി വെക്കുമ്പോൾ എനിക്ക് മുട്ട നല്ലപോലെ വെന്ത് കിട്ടണം, ഇല്ലെങ്കിൽ കഴിക്കാൻ ഭയങ്കര മടുപ്പാണ് കേട്ടോ. സാധാരണ ഒരു 7:45 ആകുമ്പോൾ ജോലിക്ക് പോകുന്നതാണ് കേട്ടോ. പക്ഷേ ഇന്ന് 8 മണിയായിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ഇടിയപ്പം നല്ല പണി തന്നിട്ടുണ്ടായിരുന്നു. കുറേ സമയം നോക്കിയിട്ടാണ് കേട്ടോ ശരിയായത്. അങ്ങനെ ലാസ്റ്റ് ഉണ്ടായ ഇടിയപ്പം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് കേട്ടോ ഇക്ക കഴിക്കുന്നത്. പിന്നെ ഉച്ച സമയമൊക്കെ ആയപ്പോൾ നമ്മൾ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ മുമ്പ് മേടിച്ച മീനൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മീനൊക്കെ മേടിക്കണം. അങ്ങനെ തലേദിവസം വെച്ച് കുറച്ച് മാത്രം ചെമ്മീൻ റോസ്റ്റ് മിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരാൾക്ക് കഴിക്കാൻ തന്നെ തികയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇത് ചാറ് കറിയാക്കാമെന്ന്. അങ്ങനെ നമ്മൾ ഈ ചെമ്മീനൊക്കെ ഒന്ന് ചട്ടിയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ടൈമിൽ വാവയൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഉച്ചക്കത്തേക്കുള്ള പരിപാടിക്ക് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ ചെമ്മീനൊക്കെ ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ ചെമ്മീൻ റോസ്റ്റിന് കുടംപുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർക്കുന്നവരാണെങ്കിൽ ഒരു ചെറിയ വശം കുടംപുളി ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങയും കൂടി അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങയിലേക്ക് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ അരച്ചെടുത്തിയാണ് കേട്ടോ. നമ്മൾ സാധാ തേങ്ങ അരച്ച മീൻകറി പോലെ തന്നെ. അങ്ങനെ അതും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ കറി നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചെമ്മീൻ റോസ്റ്റൊക്കെ മിച്ചം വരുവാണെങ്കിൽ ഈ ഒരു രീതി ചെയ്താൽ മതി. ലാസ്റ്റായിട്ട് നമുക്കൊന്ന് താളിക്കുകയും കൂടി വേണം. അങ്ങനെ പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉലുവയും പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ സവോള, ചുമന്നുള്ളി ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ. പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. സാധാരണ ഞാൻ മുളക് പൊടി ചേർക്കാറുണ്ട്, പക്ഷേ ഇത്തവണ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. അങ്ങനെ എല്ലാം മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കറിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഉടനെ തന്നെ അടച്ചും വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. ഇക്ക വന്നപ്പോൾ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. രാവിലെ പൊറോട്ട കഴിച്ചുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് വലിയ വിശപ്പും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ റൈസ് എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എനിക്കും വാവയ്ക്കും കൂടി എടുത്തതാണ്. അപ്പോൾ ആൾക്ക് കൊടുത്തതിന് ശേഷം ഞാനും കഴിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഇക്ക കഴിച്ച് കിടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഹാളിൽ ഇരുന്നാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് സാലഡും അതുപോലെ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ നമ്മൾ ചിക്കൻ ബിരിയാണി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പീസൊക്കെ നല്ല കുറവായിരുന്നു. റൈസ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മൾ ചായ ഇട്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കട്ട്ലേറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കട്ട്ലേറ്റും അതുപോലെ സോസും ഒക്കെ ഉണ്ടായിരുന്നു. ബനാന സോസും അതുപോലെ ടൊമാറ്റോ സോസും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് വന്നപ്പോൾ മിറിൻ്റെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ചൂട് സമയത്ത് ഇതുപോലത്തെ ഡ്രിങ്ക്സ് കുടിക്കാൻ നല്ല സുഖമാണ്. പക്ഷേ ഹെൽത്തിനൊന്നും അത്ര നല്ലതൊന്നും അല്ല. അങ്ങനെ നമ്മൾ കട്ട്ലേറ്റൊക്കെ കഴിക്കുന്നുണ്ട്. നല്ല അടിപൊളി കട്ട്ലേറ്റ് ആയിരുന്നു കേട്ടോ. അതുപോലെ ചായ നമ്മൾ ബൂസ്റ്റ് ചായയാണ് കേട്ടോ ഇട്ടത്. അതും നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഐസിൻ്റെ കുഞ്ഞിക്കൈ വന്ന് കട്ട്ലേറ്റൊക്കെ എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ ആൾക്ക് കഴിക്കാൻ പറ്റുന്ന എരിവൊന്നും അല്ലായിരുന്നു. നല്ല സ്പൈസി ആയിട്ടുള്ള കട്ട്ലേറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ആൾക്ക് വേണ്ടി ഞാൻ സെപ്പറേറ്റ് പാലാടയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ ചെയ്തത്. അങ്ങനെ ഞാനും ഇക്കായും കൂടിയൊക്കെ ഇന്ന് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഇക്ക ജോലിക്ക് പോകാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിയൊക്കെ ആയപ്പോൾ പൊറോട്ടയും അതുപോലെ തന്നെ ചിക്കൻ കുറുമയായിരുന്നു. ഇത് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഈ സാധാരണ നമ്മൾ ചിക്കൻ കുറുമ അങ്ങനെ മേടിക്കാറില്ല. ഒന്നെങ്കിൽ ബീഫ് കറി അല്ലെങ്കിൽ എരിവുള്ള കറിയൊക്കെ മേടിക്കാറ്. ഇതിപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഈ ഒരു കുറുമ മേടിക്കുന്നത്. വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് വലിയ ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറൊരു ഗ്രേവി തന്നിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അതുപോലെ വാവയ്ക്ക് ഞാൻ പൊറോട്ട കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആൾക്ക് ഞാൻ ചെമ്മീൻ കറിയും അതുപോലെ ചോറും കേട്ടോ കൊടുത്തത്. ആൾക്ക് ചെമ്മീൻ കറിയൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ അത്രയൊക്കെയുള്ളൂ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ട് തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.